എവിടെ ഏറ്റവും കൂടുതൽ മൃഗങ്ങൾ വരുന്നത് എവിടെയാ? നമ്മളൊക്കെ കൈ കാണിക്കുന്നു, അവിടെ ഇതാക്കുന്നു. നമുക്കൊക്കെ ടാപ്പ് പറഞ്ഞാൽ പിന്നെ ടാപ്പ് മോട്ടർ ആ സ്ഥലത്താണ് നോക്കി. അവരുടെ വീടൊന്ന് കാണിച്ചു, ഷീറ്റ് ഇട്ടിട്ട് മൂളോശം ഒന്ന് കാണുന്നുണ്ടായിരുന്നേ. നോക്കി നോക്കി ഈ ടാങ്ക് നോക്കി, ഇതൊന്നും ആരെങ്കിലും ഒന്ന് നല്ലതെന്ന് വെച്ച് കൊടുത്താൽ ഇതൊക്കെ ലീക്കായി പിന്നെ അല്ലെങ്കിൽ ടാങ്ക് കിട്ടിയവർക്കൊരു ഉപകാരമായിരിക്കും. ഈ തെങ്ങേ ആന മറിച്ച കാറ്റ് പിടിക്കും. ഇവിടെ ഭയങ്കര കാറ്റടിക്കും. ഒരു പ്രാവശ്യം കാറ്റ് പിടിച്ചാണ് അവിടെ വിള്ളൽ വീണ് കിടക്കുന്നുണ്ടോ. അപ്പം ആന ഈ വഴി തന്നെ ആയിരിക്കും ഇറങ്ങാനുള്ളൊരു സാധ്യത. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങിപ്പോരും. പിന്നെ ആ ഭാഗത്തുനിന്നും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത്ര ഏരിയ കിട്ടും. അതെ. അപ്പോൾ 4 സൈഡിലും സെൻസറിലുണ്ട്. ഈ വഴി കിട്ടുന്നതും പ്രൊട്ടക്ഷൻ ആവും. ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ നിന്നും പ്രൊട്ടക്ഷൻ ആയിരിക്കും, അവിടെ നിന്ന് കിട്ടുന്നതും പ്രൊട്ടക്ഷൻ ആയിരിക്കും. നമസ്കാരം, ഞാനിപ്പോൾ വീണ്ടും ഉള്ളത് ചപ്പമല എന്ന് പറയുന്ന സ്ഥലത്താണ്. ചപ്പമലയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ഒരു 3-4 എപ്പിസോഡുകൾക്ക് മുന്നേ നമ്മൾ 1-2 വീഡിയോ അടുപ്പിച്ച് നമ്മളിവിടെ ചെയ്തിരുന്ന ഒരു മത്തൻചേട്ടനെയും ചേച്ചിയും നമ്മൾ ആ വീട്ടിൽ പോയി കണ്ടതും അതിനുശേഷം നമ്മൾ രണ്ടാമത് അവർക്ക് മറ്റ് പല ആളുകളുടെയും സഹായത്തോടു കൂടി നമ്മൾ അവർക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയതും ഒക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. അന്ന് അവരുടെ വീടിൻ്റെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് നമ്മളവിടെ വീടിന് വാതിലും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക. മാത്രമല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യം 1 വർഷം മുന്നേ നമ്മൾ ആറളം പ്രദേശത്ത് നമ്മൾ ഒരു ഡിവൈസ്, അതായത് കാട്ടാനയും മറ്റ് ജീവികളൊക്കെ വരുമ്പോൾ അലാറം അടിക്കുന്ന ഒരു ഡിവൈസ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. മലപ്പുറം സ്വദേശിയായിട്ടുള്ള ജിഷോയ് എന്ന് പറയുന്ന ഒരു യുവാവ് തുടങ്ങിയൊരു സംഭവമാണ്. അത് സെൻസറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. നമ്മളത് കണ്ടാണ്. നമ്മളന്ന് അവിടെ ആറളത്ത് ഇത് കൊണ്ടുപോയി സെറ്റ് ചെയ്യാൻ പോയ സംഭവങ്ങളൊക്കെ നമ്മളന്ന് കണ്ടാണ്. അതിനുശേഷം ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. 1 വർഷത്തിനിടയ്ക്ക് നിരവധി സ്ഥലങ്ങളിൽ ഈ ഒരു സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഒരു മെഷീൻ കൊണ്ടുപോയി വെച്ച് വലിയ വിജയം തന്നെയാണ്. മിക്ക സ്ഥലങ്ങളിലും കാട്ടാന നല്ല രീതിയിൽ തന്നെ എന്താ പറയുക വരാതെ ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആ വീഡിയോ ജിഷോയ് കണ്ടിരുന്നു. ജിഷോയെ കണ്ടതിന് ശേഷം ജിഷോയ് എന്നെ വിളിച്ച് പറഞ്ഞു അവർക്ക് ഒരു ഡിവൈസ് നമ്മൾ സ്പോൺസർ ചെയ്യാം എന്ന് ജിഷോയെ അറിയിച്ചിരിക്കണം. ഏതായാലും അത് വളരെ ഉപകാരമായി എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ആ ഡിവൈസ് അവരുടെ വീടിൻ്റെ പരിസരത്ത് നമ്മളന്ന് കണ്ടാണ് ആനയൊക്കെ വരുന്ന സ്ഥലമാണ്. ആന മാത്രമല്ല സകല ജീവികളും വരുന്ന പ്രദേശമാണ്. അപ്പോൾ ഒരു ഡിവൈസ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഡിവൈസും അതുപോലെ തന്നെ നമുക്കൊരു കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ക്യാമറ, ഒരു മറ്റേ സിമ്മും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന 360 ഡിഗ്രിയിൽ കറങ്ങുന്ന നൈറ്റ് വിഷനുള്ള ഒരു ക്യാമറ നമുക്ക് വയനാട് സ്വദേശിയായിട്ടുള്ള ഒരു പോൾ മാത്യു സാറ് നമുക്ക് ഒരു 20 ദിവസത്തേക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രാത്രി നമുക്ക് ഒന്ന് കാണുകയും ചെയ്യാം. കാരണം എന്താണ് ഇവിടെ രാത്രി നടക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല, കാരണം അവർ ഒറ്റയ്ക്കാണെന്ന്. അപ്പോൾ ഏതായാലും ഈ ഒരു 2 ഡിവൈസും നമ്മൾ അവിടെ കൊണ്ടുപോയി ഇന്ന് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു പരിപാടി കേട്ടോ. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചപ്പമല എത്തിയിരിക്കുകയാണ്. ഈ സ്ഥലമൊക്കെ നമുക്ക് സുപരിചിതമാണ്. ഏതായാലും ജിഷോയ് ഇവിടെ എത്തിയിട്ടുണ്ട്. ജിഷോയ് ഇന്ന് രാവിലെ മലപ്പുറത്തു നിന്നാണ് ഇത്രയും ദൂരം നമുക്ക് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ജിഷോയ് എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? നന്നായി പോകുന്നു ആണല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ടിംഗ് അല്ലായിരുന്നു, ആറളത്താണ് നിങ്ങൾ തുടങ്ങിയത്. അതെ, ഇപ്പോൾ കേരളം മൊത്തമായി. കേരളം ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ എത്ര ഡിവൈസ് നിങ്ങൾക്ക് കേരളത്തിൽ മൊത്തം? 1000 മേലെ. അടിപൊളി. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ജിഷോയ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ ആ വീഡിയോ കണ്ട് ജിഷോയ് നമുക്ക് അവരുടെ വീടിൻ്റെ ആ പരിസരത്ത് ഈ ഒരു സാധനം വെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്ക് ഏതായാലും അവിടെ കൊണ്ടുപോയി വെച്ചാലോ? തീർച്ചയായും. ഈ സ്ഥലം എങ്ങനെയുണ്ട്? ഭയങ്കര കയറ്റം, ഭയങ്കര മല കയറി മടുത്തൂരെ. പിന്നെ സമ്മതിക്കണം അവരെ. അതെ. അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോയാലോ? തീർച്ചയായിട്ടും. ആ ഡിവൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമോ? അതിന് മുന്നേ നമ്മൾ കൃത്യം 1 വർഷം മുന്നേ നമ്മൾ ഈ ഡിവൈസ് കണ്ടതാണ്. ഇതാണ് സാധനം കേട്ടോ. സെൻസറിൽ ഇതെങ്ങനെ പ്രവർത്തനം ഒന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന്. സെൻസറിൽ വർക്ക് ചെയ്യുന്നതാണ്. ചുറ്റുഭാഗം സെൻസേഴ്സ് ഉണ്ട്. ഇത് ലൈറ്റും സൗണ്ടും ഉണ്ട്. അനിമൽ വരുമ്പോൾ മാത്രം സെൻസർ ആക്ടിവേറ്റ് ചെയ്തിട്ട് ലൈറ്റും സൗണ്ട്സും പ്രൊഡ്യൂസ്. ആന എല്ലാ ജീവികളും, രാത്രി വരുന്ന എല്ലാ ജീവികളും, ശരീരത്തിന് ചൂടുള്ള എല്ലാ ജീവികളും ഒരു രാത്രി ആകുമ്പോൾ ഒരു അലർട്ട് കിട്ടും. എന്ത് വന്നാലും നമുക്കൊരു അലർട്ട് കിട്ടും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വീട്ടിൽ നിന്ന് ഒരു അലർട്ട് കിട്ടാന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പ്രിക്കോഷൻ എടുക്കാൻ. അതെ, അവരറിയുന്നില്ല, അവർ കഴിഞ്ഞ സാധനം വന്നൊന്നും അറിഞ്ഞു പോലും. അതെ, അത് കേട്ടപ്പോൾ തന്നെ നമ്മളും എന്തെങ്കിലും ഒരു ഇത് ചെയ്യാൻ. ഓക്കെ. ഇത് എങ്ങനെ ഇത് അപ്പോൾ ഇത് ഓൺ ആകുമ്പോൾ ലൈറ്റും സൗണ്ടും എല്ലാം ഇതിപ്പോൾ ഇത് എങ്ങനെ പകലും വർക്ക് ചെയ്യുമോ? ഇല്ല, രാത്രി മാത്രം. നൈറ്റ് മാത്രം. ഓക്കെ. അപ്പോൾ പകരം ആരെയും ബുദ്ധിമുട്ടിക്കും. ഓക്കെ. അപ്പോൾ ഇത് സോളാറിലാണ് പ്രവർത്തിക്കും? അതെ, സോളാറിൽ. ഓക്കെ. നമ്മളപ്പോൾ പിന്നെ ഒന്നും ചെയ്യണ്ട, ഇടയ്ക്ക് പാനലൊന്നും ചെയ്യണ്ട. അതെ, ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്തോളും. പോയി ഓട്ടോമാറ്റിക്കലി. ഓക്കെ. അപ്പോൾ അങ്ങോട്ട് പോയാലോ? തീർച്ചയായും. ഓക്കെ. ഇങ്ങനത്തെ കയറ്റം നിങ്ങളുടെ നാട്ടിലുണ്ടോ? ഇല്ല, നമ്മളവിടെ ഇങ്ങനത്തെ കയറ്റില്ല.
ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു പോകണം. ഇങ്ങോട്ട് ജീപ്പ് മാത്രമേ കയറി വരുള്ളൂ. അതെ, അന്നത്തെ ആ വീഡിയോ കണ്ടായിരുന്നോ ജീപ്പ് കയറി? അതെ 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 അതെ. അവര് ഇവിടെയൊക്കെ ഇവിടെ എല്ലാ ആളുകളും ഉണ്ടായിരുന്ന സ്ഥലമാണ്. 150 വീട്ടുകാരെങ്കിലും ഇവിടുന്ന് ഈ മറ്റേ റീലൊക്കേഷൻ പദ്ധതി ഉണ്ടല്ലോ, സ്വയം പുനരധിവാസ പദ്ധതി, അപ്പം അതിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞാണ് എല്ലാവരും ഇറങ്ങിയത്. പക്ഷെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ അതിനുള്ള ഇത് കിട്ടിയില്ല. കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ പെട്ടുപോയി. ഇപ്പോൾ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ താമസം ഇല്ലെങ്കിൽ കിട്ടിയല്ലോ. അതുകൊണ്ട് ഇവർ ചേട്ടനും ചേച്ചിയും ഇവിടുന്ന് പോയല്ല. അപ്പോൾ ആങ്ങൾ ആ ചേട്ടനാണെങ്കിൽ കണ്ണും കാണിയല്ല. അതെ, അതാണ് ഏറ്റവും പ്രശ്നം. പിന്നെ അവരെ ജീവിതം അതെ കുത്തനെ കയറ്റാണ് നമ്മൾ ഇവിടുന്ന് വന്നത്. അതല്ലോ നമ്മുടെ കാടിനെ വടക്കനാട് സംബന്ധിക്കുന്ന ജയമണി ചേട്ടൻ തന്നെ പറഞ്ഞു, നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ സ്വർഗത്തിലാണ് അവർ. അതെ, തൊട്ട പറയുമ്പോൾ മുട്ടിക്കൊമ്പന്നെ. അതെ മുട്ടിക്കൊമ്പൻ്റെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം. ഞാൻ 4 പ്രാവശ്യം പോയി. ഇപ്പം ഇന്ന് പിടിക്കും നാളെ പിടിക്കുന്ന കുറേ ദിവസമായി. അതെ, നമുക്കറിയത്തില്ല, ചിലപ്പോൾ വരുന്ന ദിവസങ്ങളിൽ പിടിക്കുമായിരിക്കും. അത് ഭയങ്കര ആനയാണ്. അന്ന് നമ്മൾ കണ്ടില്ലേ, ഭയങ്കര ബുദ്ധിയാണ്. അതെ, അന്ന് നമ്മൾ കണ്ടില്ലേ. അതെ അതെ, ആന സകല ടെക്നിക്കും പഠിച്ചു. ഇത് ഇവരെ ആദ്യമേ ഇതിൻ്റെ റൂട്ട് മാപ്പ് ഇത് എല്ലാ ദിവസവും ഇറങ്ങുന്ന ഒരു പാറ്റേണൊക്കെ പഠിച്ചിട്ട് ആ കണക്കിന് ഇവരെന്ത് ചെയ്തു, ഇറങ്ങാൻ ഇത് ആനേനെ പിടിക്കാൻ നോക്കി. അപ്പോൾ ആന ആ പാറ്റേൺ തെറ്റിച്ച് പിന്നെ വരാൻ തുടങ്ങി. അതാണ് ആനയുടെ പരിപാടി. കിറക്കാൻ തുടങ്ങിയില്ലേ? ബാക്കിലേക്കൊന്ന് കാണിച്ചു. ഇതാണ് കയറ്റം കേട്ടോ. കയറി കഴിയുമ്പോൾ മനസ്സിലാവില്ലേ. ഈ കറണ്ട് കമ്പി മാത്രം നോക്കിയാൽ മതി, 4 ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ എത്ര വീടുകളുണ്ടായിരുന്നു ചിന്തിച്ചാൽ മതി. നമുക്കേ ഈ വഴി കൂടെ കാന വരുന്നതാണ്. അതെ, ഇതിലൊക്കെ ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നേ, ഇവിടെയൊക്കെ കിടപ്പുണ്ടായിരുന്നു പൈനാപ്പിളൊക്കെ വലിച്ചു പറിച്ച് കൊണ്ടുവന്നിട്ട് ഈ സാധനം കണ്ട, ഈ പനമ്പട്ട കണ്ട. അതെ 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 അതെ, ഇതൊക്കെ ആനയുടെ പരിപാടിയാണ് ഇത്. അന്ന് ഇത് പച്ചക്ക് കാണാമായിരുന്നു, ഉണങ്ങി ഇതണ്ട ഈ പൈനാപ്പിൾ കിടക്കുന്നുണ്ടോ. അതെ അതെ, അതൊക്കെ ആന പറിച്ച് കൊണ്ടുവന്ന. ഇവിടെ പട്ടയുണ്ട്. ഒരാഴ്ച മുന്നേ ഇതെല്ലാം കറക്റ്റായിരുന്നു. ഇങ്ങനെ ഇറങ്ങിയിട്ടായിരിക്കും, ഉണങ്ങി ഇങ്ങനെ ഇറങ്ങിയായിരിക്കും. അല്ല ഈ റോട്ടിൽ കൂടെ തന്നെ. ഞാൻ ആ വഴി കാണിച്ചതാ, അവിടെ ആനപ്പിണ്ടൊക്കെ കിടക്കുന്ന കാണിച്ചതാ. വേണ്ട പട്ട ഇവിടെയൊക്കെ ഉണ്ട്, ഉണ്ടെന്നേ. അത് ഇവിടുന്ന് പറിക്കുന്നു, ചക്ക പറിക്കും. ഇതാ അവരുടെ വീട് ഇവിടെ. പള്ളി ഒരാവശ്യത്തിന് പോകണമെങ്കിലേ നമ്മളാ ആലോചിക്കുന്നത്. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അതാണ് ഏറ്റവും നമുക്ക് ചിന്തിക്കുമ്പോൾ. അന്ന് ഇവിടുന്ന് ചക്കയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. തേനേ ഇതാണ് അവരുടെ വീട്. ഈ സ്റ്റെപ്പ് ഒന്ന് നോക്കി നോക്കിയാൽ കുത്തനെയാണ്. ഈ സ്റ്റെപ്പ് ഒന്ന് നോക്കി നോക്കി. അതെ, നീ നേരത്തെ എന്നോട് വരുന്ന കഴിക്കാറില്ല. ശബരിമല അവിടെ എത്ര സ്റ്റെപ്പുണ്ടോ എൻ്റെ അമ്മ. പള്ളി ഭയങ്കര. നോക്കിയേ വീട്ടിൽ പോയി അവരൊന്ന് കണ്ടിട്ട്. അതെ, എവിടെ ഫിക്സ് ചെയ്യാ, എവിടെ ആന മൃഗങ്ങൾ വരുന്ന വഴി എവിടെയാ? ഇതിലെ വരുന്നതാണ്. ഞാൻ വന്ന സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ചുറ്റും വീട്ടിൽ നിന്ന് പോയിട്ട് വരാം. കയറിക്കോ. കയറല്ലേ. സമ്മതിക്കാതെ ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ കയറേ. അതെ, അവര് ഡെയിലി അവരുടെ റുട്ടീനാണ് സത്യം. അതിനാണ് ആലോചിക്കുമ്പോൾ. മൊത്തം ചേട്ടോ എൻ്റെ അമ്മ മടുത്തു പോയി. രണ്ടുപേരും കൂടെ ഇവിടെ ഇരുന്ന് മടുത്തോ? നല്ല ചൂടാ അല്ലേ? നല്ല ചൂടും അല്ല. അതെ അതെ അതെ, അതൊക്കെ നമ്മൾ റെഡിയാക്കും കേട്ടോ. അതിൽ താമസിക്കാതെ നമുക്ക് ശരിയാക്കാം. പണിക്കാരെ കിട്ടാത്തോണ്ടാ, പണിക്കാരെ കിട്ടാത്തോണ്ടാ ജനല് വെക്കാനേ. അതെ, പണിക്കാരെ കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടുകൊണ്ടാ. സാധനങ്ങളൊക്കെ റെഡിയാണ്. പണിക്കാരൊന്ന് ഈസ്റ്റർ കഴിയുമ്പോഴൊക്കെ ആവുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഈ ആഴ്ചയൊക്കെ അവധി ഉള്ളതുകൊണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഡിലേ ആക്കി വെക്കാം. ഇത് ജിഷോയിന്നാണ് ഇതിൻ്റെ പേര്. കാണൂല. അപ്പോൾ ഇവിടെ ഒരാളും കൂടെ ഉണ്ട്, അപ്പോൾ അതെ 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 ഇരിക്കാം. അപ്പോൾ ഇവന് എന്തിനാ വന്നതെന്നറിയോ? ഇവിടെ ആനയൊക്കെ വരുന്നതാണല്ലോ.
അപ്പോൾ ജിഷോയുടെ ഒരു സാധനം ഇത് ഒരു സംഭവമാണ്. അതായത് എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ഇതിലെ നടന്നു പോയി കഴിഞ്ഞാൽ പലാറടിക്കും, ഒച്ച കേൾപ്പിക്കും. പേടിപ്പിക്കുന്ന പറഞ്ഞാൽ ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രാത്രി ഇടയ്ക്ക് കേൾക്കും, കാരണം എല്ലാ സാധനവും ഇതിലെ നടന്നു പോകുന്നുണ്ടല്ലോ. അപ്പോൾ രാത്രി ഇടയ്ക്ക് അടിക്കും. അപ്പോൾ അത് കാര്യമാക്കണ്ട. ആനയൊക്കെ ഇത് അടിച്ചു കഴിഞ്ഞാൽ ആന പോയിക്കോളും. ആന അങ്ങോട്ട് കിടക്കൂല, ആനയ്ക്ക് പേടിയാ. ഇത് കേരളത്തിൽ മൊത്തം എല്ലായിടത്തും പരീക്ഷിച്ച സംഭവമാണ്. ആറളത്തൊക്കെ ഇഷ്ടംപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇരിക്കാതെ ഒന്ന് പറഞ്ഞ നിങ്ങൾ ഇതിനെ വന്നേന്നൊന്ന് പറഞ്ഞ കയറി ഒന്ന് താഴെ പോയായിരുന്നോ? ആ അതെ, ഗുളിക മേടിക്കാൻ പോയതാണ് ചേട്ടന്. പ്ലഷറിന്റെ ഗുളിക മുടങ്ങാതെ കൊടുക്കണം. പന്തു തിരക്കാണോ? ഞാൻ അന്ന് വന്നപ്പോ ചോദിച്ചില്ല മരുന്ന് ഗുളിക എന്തെങ്കിലും ആവശ്യം ഉണ്ടോന്ന് ചോദിച്ചില്ല. അതും പിന്നെ കാശ് കൊടുക്കുന്നില്ല. നമുക്ക് അമ്പലപ്പാലിന്ന് കാശ് കൊടുക്കാൻ കിട്ടുന്നില്ല. പ്ലഷറിന്റെ അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോണ്ടേ? അതൊന്നും സാറില്ല. അതിലൊക്കെ കുറച്ച് നാളത്തേക്കുള്ള മേടിച്ചു തരായിരുന്നു. അങ്ങനെ എന്നോട് ഒരാൾ പറഞ്ഞ. അല്ല അതെ അത് കുഴപ്പമില്ല. അതിപ്പോ അവിടെ പോയി മേടിക്കാമല്ലോ. എല്ലാം അങ്ങനെ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് ഒരു ഇല്ലേ അത് മോനെ സഹായിക്കുന്നവരെ അങ്ങനെ നമ്മള് കഷ്ടപ്പെടുത്താൻ അങ്ങനെയല്ല. നമുക്കിത് എനിക്ക് പോകണേ ഇപ്പം വേണം ഞാൻ താഴെ പോയി വരും. എനിക്ക് അതിനൊന്നും ഒരു ഇതുമില്ല. ക്ഷീണമില്ല. കുടിക്കാൻ വെള്ളം വേണോ? ഇനി കുഴപ്പമില്ല. ഇനിയിപ്പോ ഒരാഴ്ച ഗുളികയ്ക്ക് ഒരു മാസം കഴിഞ്ഞ് പോയാൽ മതി. ചിലപ്പോ കിട്ടിയില്ലെങ്കിലുള്ള വിഷമമുള്ളൂ. അവിടെ ഇല്ലെങ്കിൽ ഇന്നാലും ഞാൻ കാശ് ചിലപ്പോ ഇങ്ങോട്ട് പുറത്തേക്ക് ചേട്ടാ, പിന്നെ ഇത് നമ്മൾ എവിടെയാ വെക്കാൻ, അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇത് എവിടെയാ വെക്കാൻ പറ്റുക? എവിടെ ഏറ്റവും കൂടുതൽ മൃഗങ്ങൾ വരുന്നത് എവിടെയാ? അത് അവിടെയാ, ആ ഭാഗത്ത്. അവിടുന്നാണ് വരുന്നത്. പക്ഷെ ആന ഇതിലെയാണല്ലോ ഇറങ്ങി. നമുക്ക് പറയാൻ ഇതിലെയാ വന്നോണ്ടിരിക്കുന്നത്. ആന ഇപ്പൊ ഉണ്ടല്ലോ, ആന 3 പ്രാവശ്യം വന്നത് ഇതിലെവിടെയാ നിലയിങ്ങനെ. പക്ഷെ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്ന താഴെ മോളിൽ നിന്ന് വന്നേ. അവിടുന്ന് വന്ന ഇങ്ങനെ പോയി. 2 പ്രാവശ്യം വന്നതും ഇതിലെവിടെ ഇങ്ങനെ അവിടുന്ന് വന്നു. അവിടെ ഇങ്ങനെ പോയി. അപ്പൊ നമുക്ക് ഈ താഴെ ഇവിടെ വെച്ചാൽ കൂടുതലും വരുന്ന ഭാഗത്ത് വെക്കാം. കൂടുതലും വരുന്ന ഭാഗം അതാ. അവിടുന്ന് അല്ലേ? എല്ലാ മൃഗങ്ങളും വേഗം വരുന്ന അവിടുന്ന. കാരണം ഇവിടെ വരുന്നെന്ന് പറഞ്ഞാൽ താഴെന്നോ? അല്ലല്ല, ഇവിടെ ഈ മോളിൽ ഞങ്ങളാ നിന്നെടുത്തോ? നിങ്ങൾ സൗകര്യം ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അവിടെ നമ്മുടെ അവിടെ നിന്ന് വന്നതും ഇവിടുന്ന് വരുന്നെല്ലാം കൂടെ കാണിച്ചു കൊടുത്താൽ. കാടാതാ അവിടെ വരും അല്ലേ? അല്ല, ഞാൻ പോയപ്പോ ഇതിലൊക്കെ ഇതിന്റെ എന്തൊക്കെ കാഷ്ടങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ഇതിലൂടെ ഇങ്ങനെ വരുന്ന അല്ലേ? അപ്പൊ നമ്മള് കാണുന്നില്ല ഇതിപ്പോ ഇതിലൂടെ വരുന്നതെന്ന്. കറക്റ്റ് സ്ഥലത്ത് വെക്കുവാണെങ്കിൽ ഇത് ആനയൊക്കെ വന്നാൽ ഓടിച്ചോളൂ. നമുക്ക് അവിടെ വെച്ചാൽ മതി. നമ്മളെ അവിടെ ഇപ്പൊ വണ്ടി ഇറങ്ങുന്നില്ല. അതിലൂടെയാ വന്നേ. അതിലൂടെ ഇറങ്ങി വന്ന് വെള്ളം കുടിക്കാൻ വന്നിട്ട് ആ കണ്ടന്റെ പൈപ്പ് എല്ലാം കടിച്ചു പറിച്ച് അവിടുന്ന് ഈ പ്രാവശ്യം വന്ന അവിടുന്ന് അതവിടെ വന്ന റോഡ് എവിടെ ഒന്ന് അങ്ങനെ. ഇതിപ്പോ നമ്മൾ ഇവിടെ വെച്ചാലും പിന്നെ ഒച്ചയാക്കാം. ഇവിടെ എവിടെ നിന്നാണെങ്കിലും കാക്കാം. പുള്ളി പിടിച്ചു ഇവിടെ വെച്ചാൽ ഇതിനകത്ത് ക്യാമറയൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് കാണാം എന്ത് സാധനം വന്നേന്നുള്ളത്. ഇവിടെ ഇരുന്ന് കാണാം നമുക്ക്. ഞങ്ങൾക്ക് നിങ്ങൾക്ക് അല്ല അവിടെ വെച്ചാൽ മതി. അവിടുന്ന് വരില്ലേ അവിടെ ഇവിടെയോട്ട് കാട് കുറവല്ലേ? അതെ അതെ. നീ വിളിച്ചാ മതി, കണ്ടാലേ വിളിച്ചാ മതി വരെ. അതെ അതെ, കാണുമ്പോ നമുക്ക് വിളിച്ച് പറയാലോ എന്ന സാധനം ഉണ്ടെന്ന്. എന്ന സാധനം ഉണ്ട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞാൽ മതി. അവിടെ ഉണ്ടല്ലോ. അത് മതി, അത് മതി. എത്ര ചെയ്താൽ ഈ പുള്ളിക്കാരന് ഒച്ചയും പറ്റുള്ളൂ. പുള്ളിക്കാരൻ ആന ഓടിച്ചോളും. ഇവൻ വിളിച്ചു പറഞ്ഞോളൂ പുറത്തിറങ്ങരുത്. നേരത്തെ വെള്ളത്തിന്, കാരണം ഇത് മെഡിസിനൽ റൈസ് ആണ്. അപ്പൊ നല്ല വേവ്. എന്തായാലും രക്തശാലി. രക്തശാലി അല്ലേ? നിങ്ങളുടെ അവിടെ കൃഷി ചെയ്താൽ? നമ്മൾ കൃഷി ചെയ്താണ്. ഇത് മെഡിസിനൽ റൈസ് ആണ്. ഈ പ്രഷർ അങ്ങനെ കൊളസ്ട്രോൾ കൊണ്ടുവന്നാട്ടോ ഹരി. ഇത് റെഡ് കളറായിരിക്കും. ഇത് രക്തശാലി എന്നതിന്റെ ഇത് നോക്കി വെളിച്ചിട്ട് അത് വെള്ളത്തിലിട്ടിട്ട് വേണം അത് കഴിക്കാൻ. അപ്പൊ പെട്ടെന്ന് വെന്ത് റെഡ് കളറായിരിക്കും. അതിന്റെ പ്രത്യേകത. നിങ്ങളുടെ അവിടെ വീട്ടിൽ കൃഷി ചെയ്താൽ? വീട്ടിൽ കൃഷി ചെയ്യാം. അപ്പോൾ ഇതിനു വേണ്ടി കൊണ്ടുവന്നാട്ടോ, ചുവന്ന കൊണ്ടുവന്നാട്ടോ. മലപ്പുറത്ത് ഇവിടം വരെ കൊണ്ടുവന്ന ഉള്ളി. അതെ,
അപ്പൊ അത് കണക്കാക്കി വെച്ച് കഴിച്ചോണം. കഞ്ഞി ഒഴിച്ച് രണ്ടുപേരും കുടിച്ചാൽ മതി. പ്രഷറിനൊക്കെ നന്നായിട്ട് നല്ലൊരു മെഡിസിനായിട്ട് ഉപയോഗിക്കാം. നല്ല പ്രഷറിനൊക്കെ നല്ല രക്തശാലി രക്തക്കുറവിന്റെ നല്ല വാദം അങ്ങനെയുള്ള ഭയങ്കര മെഡിസിൻ അല്ല. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഗുണങ്ങൾ കിട്ടും. രാവിലെ വേവിച്ച് ഇത് നല്ല വിലയുള്ള അരിയല്ലേ? 250 രൂപ 250 രൂപ 250 രൂപ 1 കിലോയ്ക്ക് വിലയുള്ള അരി. ഈ അരിയുടെ കാര്യമുള്ള റേഡിയോ പറയുന്നത് നമുക്ക് കിട്ടാനൊക്കെ പിടിക്കാതെ പറ്റിയ 250 രൂപ വരെയുള്ള അരി കേട്ടോ. ശരി, നല്ല സാധനമാണ് അത്. വേറെ ഉണ്ട് 75 രൂപ 80 രൂപ അടക്കം അരിയുണ്ട്. ഇത് കഞ്ഞി വെച്ചിട്ട് ഇങ്ങനെ കുടിച്ചാൽ മതി. നിങ്ങളാകുമ്പോ ഇതിന് വളവും വിഷം ഒന്നും അടിക്കൂലല്ലേ? ഇല്ല, നമുക്ക് നമ്മളെ വീട്ടിലെ വളവും വിഷം ഒന്നും അങ്ങനത്തെ ഒന്നും ചെയ്യല. വീട്ടിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കിയതാണ്. അങ്ങനത്തെ ഒന്നും പച്ചക്കറികളൊന്നും അതും വിഷമുള്ളൊന്നും പറ്റി എന്റെ മോനെ ഈ കൊല്ലാണ് ഒരു പച്ചക്കറി ഇല്ലാത്ത മറ്റേ ഇറച്ചിയും മീനും മാത്രം ഞാൻ കാശ് കൊടുത്ത് മേടിക്കൂടാ. ബാക്കി എല്ലാം ഉണ്ടാക്കുക. അതല്ലേ ഞങ്ങൾ ഇത്ര പിന്നെ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുന്നുമല എന്നും അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നമില്ലാത്ത ഞങ്ങളൊക്കെ കഴിച്ചു പോകുന്നത്. ഞങ്ങൾ കഴിച്ചു പോകുന്നത് ഞാൻ പറഞ്ഞില്ല, ഇറച്ചിയും മീനും മാത്രം. ആവശ്യമുള്ളപ്പോൾ അത് മാത്രം ഒരു വെള്ളമായിട്ട് എന്നാ ചോദിച്ചാൽ എനിക്ക് സുഖമില്ല. നമുക്കിവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നത്. നമ്മളിപ്പോ 5-8 കൊല്ലമായുള്ളൂ ഇങ്ങനെ പശ്ചാത്തലപ്പെട്ട് പോയിട്ട്. 2 കൊല്ലമായിട്ട് പച്ചക്കറി ഒന്നും നട്ടിട്ട് പിടിക്കുന്നുമില്ല. പിടിപ്പിക്കാൻ പോയല്ലോ. ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. ഇവിടെയാ ഏതാ വരുന്ന വഴി? ആണ് അവിടുന്ന് വരുന്നത്. നാളെ ഇവിടെ എനിക്കൊന്ന് കപ്പിലാവില്ലേ, അതങ്ങനെ അതിലേ പകലുണ്ടല്ലേ? ഇതുവഴിയല്ലേ അല്ലേ? ഇതുവഴിയല്ലല്ലോ ആന. കാൽപ്പാട് നോക്കിയാലടാ. നടക്കുന്ന വഴി ചാല് കണ്ടാ അറിയാലോ. അതെ, ഇതുവഴിയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആന എന്തായാലും ഉണ്ടാവും. ഇതിന്റെ മുകളിൽ വെക്കാണ്. ഇതിന് വഴിയാണെങ്കിൽ ആനകളൊക്കെ എന്തായാലും ഉണ്ടാവും. പക്ഷെ ഇതിങ്ങനെ എങ്ങോട്ടാ ചേച്ചി പോന്നേ? ഇത് ആന മറിച്ചാ? ഈ തെങ്ങ് ആന മറിച്ചാ? ഇറങ്ങ എങ്ങനെ ഇറങ്ങ ആന? പോത്തൊക്കെ ഇവിടെ അല്ലേ വരുന്നേ? ചേച്ചി കയറി വരണ്ട, ചേച്ചി പറഞ്ഞു തന്നാൽ മതി. കുഴപ്പമില്ലേ? ഇതുവഴിയാണോ വരുന്നേ? ഇച്ചിരി തെളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സമാധാനം. പിന്നെ എല്ലാം കൊണ്ട് വരാൻ പറ്റില്ല. അതെ, ഇവിടെ പറമ്പാട്ടോ. ഇതുവഴിയാണ് ഇതിലെന്തൊക്കെ ഇറങ്ങുന്നുണ്ടോ? കാല് ചവിട്ടിയത് പാടൊക്കെ കാണാം. ഇങ്ങോട്ട് ഇറങ്ങുമല്ലേ? ഈ വഴി ഇറങ്ങിയിട്ട് ഇങ്ങനെ വരുമോ? ആ, അതിലിങ്ങോട്ടാണോ വരിക? ഓ, ഇതിലെയാണോ വരുന്നത്? ഇതിലെയാ? നീ അങ്ങനെ ചേച്ചി പറഞ്ഞേ. അങ്ങനെ ചേച്ചി പറഞ്ഞേ. വഴിയുണ്ടോ? ചാല് കാണുന്നുണ്ടോ? ചാല് ചെറിയൊരു താരി കാണുന്നുണ്ട്. ഇതിലെന്തോ ഇറങ്ങി പോകുന്നുണ്ട്. വഴി തന്നെ വഴിയുണ്ട്. നോക്കണേ, എന്നാലും നോക്കണേ. പാമ്പ് ഇതായിരിക്കോ? ഇതാണോ? ഇങ്ങനെ ഇരിക്കണോ? അത് ഏതെങ്കിലും ഒരു സമയത്ത് സ്ഥിരം വരുന്നതായിരിക്കുമല്ലോ. ചേച്ചി പറഞ്ഞതേ ആന വന്നത് ലാസ്റ്റ് ഇങ്ങനെ ആയിരിക്കും വന്നേ. പക്ഷേ ഈ പ്രാവശ്യം റോട്ടിൽ കൂടെ വന്നേ. അതെ, ഒരു പ്രാവശ്യം റോട്ടിൽ കൂടെ വന്നു. ആ സ്ഥലം കൂടെ ഞാൻ നിനക്കൊന്ന് കാണിച്ചു തരാം. പോലെ അതിനെറ്റി കാല വലിയ കുഴിയാ. ഇല്ല, അറിയില്ല. പോത്തൊക്കെ വന്നെന്ന് പറഞ്ഞ എവിടെയാ? ആ, അത് എത്ര ദിവസമായി? 2 മുന്നേ അല്ലേ? കാട്ടുപോത്ത് ഇല്ല ഒന്നും പറഞ്ഞു. അതിന് ശേഷം വൈക്കിയേ. ഇത് ലക്ഷണം കണ്ടൊരു പുലി വരുന്ന സ്ഥലമായിട്ടാ തോന്നുന്നത്. അതന്നെ, ലക്ഷണം പുലിയുടെ സ്ഥലമാണ്. കാറ്റ് പുലിയുടെ ടെറിട്ടറി, എല്ലാ സാധനവും ഉണ്ട്. പുലി കടുവ അതിന്റെ ടെറിട്ടറി അങ്ങനത്തെ ഇങ്ങനത്തെ പുലി കൂടുതൽ കാണാറ് ഇങ്ങനത്തെ ഏരിയയിലാണ്. അല്ലേ? അത് ഞാൻ ഇവരുടെ വീടിന് മുമ്പിൽ നിന്നാ അത് സത്യം പുലിയുടെ ഒരു ടെറിട്ടറിയാണ് കാണുന്നത്.
കാരണം അടിയും കടുവൊക്കെ ഉണ്ട് ഇവിടെ. പണ്ട് വന്ന് പട്ടിയെ പിടിച്ചോണ്ട് പോയി. അപ്പുറം കൂടെ കാണിച്ചു തരണം. അപ്പുറം കൂടെ നോക്കാം. ഞങ്ങൾ അപ്പുറം കൂടെ നോക്കിയിട്ട് വരാം കേട്ടോ. അത് കുരങ്ങൊക്കെ കാണും. ഇവിടെ ഈ ചക്ക ഉള്ളതുകൊണ്ട് ആന ഇവിടെ വരാനുള്ള ചാൻസ്. അതാ ഞാനും പറഞ്ഞേ. ഇത് വന്നില്ല, ആന വന്ന് പറിക്കാനാണ്. അല്ല ഒന്ന് വന്നല്ലോ, ഇനിയിപ്പോൾ വന്നോളൂ. പണ്ട് വന്നാലും അല്ല ഈ ഒരാഴ്ച മുന്നേല്ലേ വന്നേ, ഇനി വരാൻ സാധ്യതയുണ്ട് ഈ പ്രാവശ്യം. ഇനി മുകളിലേക്ക് മൊത്തം കാടാ, ആരുടെയും പറമ്പില്ല. മുകളിലോട്ട് വേന്താനംകാരുടെ പറമ്പ് ഉണ്ടല്ലേ? ഓ, നമ്മുടെ ആട് അവർ വരും ഈ വായ്പ. അത് കഴിഞ്ഞിട്ട് പറമ്പുണ്ടല്ലേ? 2 ഏക്കർ സ്ഥലമായത്. അവരന്നിട്ട് പിന്നെ ചുമ്മാ ഇട്ടേക്കുവാ. അല്ല അത് റബ്ബർ അതല്ലേ മരങ്ങള്. കാട് പിടിച്ചു കിടക്കുന്ന പോലെയാണല്ലോ തോന്നുന്നത്. അതുപോലെ ഈ വൈക്കില്ല. എല്ലാവരും മുകളിലോട്ട് പിന്നെ അത് പുറത്തെടുത്ത് പോയി. ആണല്ലേ? ഇവിടെ അതിര് വരും. ഓഹോ. ആണെങ്കിലേ ആന ഇവിടെ എത്തുമ്പോ തന്നെ അടിച്ചോളൂ. ആ ഈ മരത്തല്ലേ? പിന്നെ ഈ ഭാഗം പ്രൊട്ടക്ഷൻ ആയി. ഓക്കെ, നമുക്ക് താഴെ കൂടെ നോക്കിയാൽ നോക്ക്, എന്നിട്ട് എവിടെയാണ് ബെറ്റർ നോക്കാം. അല്ല ഒരു മുക്കാണ് ഇതാനയുടെ കാൽപ്പാടല്ലേ? ഇതാണ് കാല. ഇത് കഴിഞ്ഞ വർഷത്തെയാ? ഏയ് വർഷമായിട്ടില്ല. ഒരു രണ്ടാഴ്ച ഒരു മാസത്തിനുള്ളിൽ. ഒരു മാസം കൂട്ടി. ഒരു മാസത്തിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ആ അത്രേ ഉള്ളൂ. കാരണം കാൽപ്പാട് കണ്ടോ കൂട്ടത്തില്? ചെറിയാണ് അത് കാലം അങ്ങനെ അവിടെ ചെന്ന് നിന്നിട്ട് അങ്ങോട്ട് ചവിട്ടി കയറി. ഓഹോ. അതാണ് ഞാൻ കണ്ടില്ല കേട്ടോ. അങ്ങനെ അതാ ഇവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഈ വഴിക്ക് തന്നെ ഇറങ്ങിയിരിക്കുന്നത്. ചക്ക കണ്ടിട്ട് വരുവേ. പുല്ല് പിടിച്ചോണ്ട് കാണാത്ത കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട്. രണ്ടാഴ്ച ഉണ്ടോ? ഇതെടുക്കാൻ. ആ അവിടെ ഉണ്ടല്ലേ. ആ ചക്ക പറിക്കാൻ വന്നിട്ട് ലക്ഷ്യം ഞാൻ ചക്കയൊന്നും പറ്റില്ല കേട്ടോ, കുറ്റപ്പെടുത്തണ്ട. പറിക്കാതിരിക്കട്ടെ. കേട്ടോ പറമ്പിൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ആ തെങ്ങ് ആന മറിച്ചാണോ ചേച്ചി? ഈ തെങ്ങേ ആന മറിച്ച? ആ ഒരു മിനിറ്റടാ. ഓ അത് ഞാൻ കണ്ടില്ല കേട്ടോ. ഇത് അവരുടെ വീടാണേ. വീടിൻ്റെ പുറകിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇത് നമ്മൾ ഇന്നാൾ കണ്ടില്ല കേട്ടോ. ഈ മരം ഈ തെങ്ങ് ആന മറിച്ചിട്ടേക്കുന്നത് കേട്ടോ. ഇത് ഒരു അന്ന് പറഞ്ഞില്ല കേട്ടോ. നമ്മളിപ്പോൾ ഇന്ന് വന്നപ്പോൾ കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലായത്. അല്ലോ തെങ്ങിൻ്റെ വീടിൻ്റെ നേരെ അല്ലാത്തതുകൊണ്ട് അല്ലേ രക്ഷപ്പെട്ടു. പിന്നെ അതെ അതെ അതേ ഇങ്ങോട്ടാണ് വീട്. ഇങ്ങോട്ട് എന്താ വ്യത്യാസം? അതെ ഇത്ര അടുത്ത അങ്ങോട്ട് ചരിച്ചിട്ട് വീടിൻ്റെ പുറത്ത്. ഭാഗ്യം സത്യം. ഇതിൻ്റെ മുകളിൽ എന്നാ ചേച്ചി ഇവിടെ? ഇതൊക്കെ ആന കയറിപ്പോയ വഴിയാണെന്നാണ് ചേച്ചി പറഞ്ഞത്. അല്ല പോയി നോക്കാം മുകളിലേക്ക്. ഇവിടെയൊക്കെ ഓരോ വീടുകളുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു വീടില്ലായിരുന്നോ? ഉണ്ടായിരുന്നു, അതും അറിയാം. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. വീടൊക്കെ ഇതാ എൻ്റെ തറയാൻ തോന്നില്ല, കല്ലുണ്ടോ വീടിൻ്റെ? അതെ, വീട് പൊളിച്ച് കളഞ്ഞപ്പോൾ സ്ക്വയർ കാണുമ്പോൾ അറിയാം. വേണ്ട വീടിൻ്റെ തറയാ. നേരെ എടുക്കുന്നില്ലേ? അതെ അതെ. ആളുകൾ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായിട്ടോ. ആ ഇതിലെങ്ങനെ കയറിയില്ലേ? അങ്ങനെ അന്ന് വന്നിട്ട് ഇതിലേ കയറിപ്പോയ മുകളിലേക്ക് കണ്ടോ. കണ്ടു. എല്ലാ സൗകര്യം അല്ലേ. ഞാനന്ന് പറഞ്ഞില്ലേ ഇതിൻ്റെ താഴെ വരെ വന്നെന്ന്, ആനപ്പണ്ട ഉണ്ടെന്ന്. ഈ പുല്ലിൻ്റെ നേരെ താഴെയാണ്. നമുക്ക് റോഡ് വഴി വന്ന് നോക്കാം. അതുകൊണ്ട് ഇവിടെ ഒരു വീടുണ്ടായിരുന്നേ. ആ വീട് മൊത്തം പൊളിച്ച് കൊണ്ടുപോയെന്ന് തോന്നുന്നു. എന്താ ഈ പുളിമരത്തിൽ ലൈറ്റ് കിടക്കുന്നുണ്ട, പഴയൊരു വയറും ലൈറ്റും. അല്ലല്ല മലയണ്ണൻ വരങ്ങല്ല മലയണ്ണൻ തന്നെ തോളയാക്കി വെച്ചേക്കുന്നത്. അങ്ങനെ എന്നിട്ട് മാന്തി കൈ കൊണ്ട് മാന്തി തന്നെയാണ് ഇത്. അതല്ലേ ഇവിടെ ഒന്നും മലയണ്ണൻ ചിരട്ട ഇത്രയും വട്ടത്തിൽ കുരങ്ങ് കുടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മലയണ്ണാനുണ്ടാവും ഇവിടെ. മലയണ്ണാനുണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നല്ലേ മലയണ്ണാന. ഇതെല്ലാം മലയണ്ണ. ഞാൻ ആദ്യം പന്നിയാണെന്ന് ചോദിച്ചത്. പന്നിയല്ല മലയണ്ണാനും കുരങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. താഴേക്ക് പോയാലോ? നമ്മളിങ്ങനെയല്ല കയറിയ എൻ്റെ അപ്പനെ കയറിയപ്പോൾ ഒന്നും മനസ്സിലായില്ലേ?
കേറിയപ്പോ മനസ്സിലായില്ലെന്ന്. അല്ല ആദ്യമായിട്ട് കയറണമെന്ന് എല്ലാവർക്കും പേടിയാ. ഇത് നിങ്ങളുടെ പൈപ്പാണോ ചേച്ചി ഇത്? നമ്മുടെ പൈപ്പ് ഈ വെള്ളം വന്നു. ഇത്രയും വെള്ളമാണോ വരുന്നുള്ളോ കാണിച്ചേ? ഇത്രയും വെള്ളമാണോ വരുന്നുള്ളോ? വേനലായ വെള്ളമില്ല. ഇപ്പൊ മഴ പെയ്തിട്ട് മോനെ വിളിച്ചിട്ട് ഒന്ന് ശരിയാക്കി വിട്ടു. ആണോ? ഇത്രയും വെള്ളം മൂളിന്നുള്ളൂ? അല്ല മഴ പെയ്തപ്പോ കടല് തങ്ങി. എന്തായാലേ വെള്ളമില്ലെന്നേ. ഇത്രയും വെള്ളം ഒന്ന് കാണിച്ചേ. കുറേ ചുള്ളി. ഇതിന് ആ ടാങ്ക് കുഴപ്പമൊന്നുമില്ല. നല്ല ശുദ്ധ നല്ല വെള്ളമല്ലേ കാട്ടില്ലേ? ശുദ്ധമായ വെള്ളം. ടാങ്ക് എവിടെ ഇരിക്കുന്നത്? അവിടെയാ കണ്ടാ? ഈ ടാങ്ക് ഇരിക്കുന്ന നേരത്തോട്ട് പോണെങ്കിൽ ഇനിയിപ്പോ എങ്ങനെയാ വീട്ടിൽ ചെല്ലണായിരിക്കും അല്ലേ? എന്നാ അതിലേ പോവാം. ടാങ്ക് കണ്ടോ? ഞാൻ ഓരോ ടാങ്ക് ഞാൻ അടുത്തുകൊണ്ടേ കാണിച്ചു തരാം. മലാനും കാട്ടുപോത്തും അതിന്റെ അകത്ത് തലയിടും. തലയിട്ട് അതങ്ങനെ പൊട്ടിച്ചേക്കുന്നതാണ്. മൂടി വെച്ചതാ കണ്ടോ? നല്ല കുടിവെള്ളം. സത്യം. വെള്ളം വേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ. ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ അതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കണം കേട്ടോ. ആഫ്രിക്കയിൽ നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അതെ ആഫ്രിക്ക എന്നല്ല, നമ്മുടെ നാട് തന്നെയാണ് കേട്ടോ അത്. ഏതായാലും നമ്മൾ ഒന്നെങ്കിൽ ഇവിടെ വെക്കും, അല്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് വെക്കും. നമുക്ക് ഏതായാലും അടുത്ത സ്ഥലമായിട്ട് നോക്കാം. പശുവണ്ടി ഒക്കെ ഇവരുടെ പറമ്പ് വീണ് എടുക്കണം കേട്ടോ. അതെ നല്ല ഫ്രഷ് കഴിച്ചാൽ അവിടെ നമ്മളവിടെ അധികം കിട്ടില്ല. എങ്ങനെയുണ്ട് കശുവണ്ടി? മാമ്പഴം അടിപൊളിയല്ലേ? സൂപ്പറുണ്ടെല്ലാം. അതുണ്ടോ? വീടിന്റെ അതെ ചെരിഞ്ഞിട്ടുണ്ട് ശരിക്കും. ഇവിടെ കേട്ടോ ടാങ്ക് ഇരിക്കുന്നത്. ഈ ടാങ്കിലാണ് മലാനും കാട്ടുപോത്തും ഒക്കെ വന്ന് വെള്ളം കുടിക്കുന്ന ചേച്ചി. നമുക്ക് ആ ടാങ്ക് ഒന്ന് എടുത്തുനിന്ന് കാണാം കേട്ടോ. എങ്ങനെ കയറാന്നുള്ളതാണ്. കയറ്റം ഒരു എന്താണ്? അല്ല ഇതെങ്ങനെ ഇതിന്റെ മുകളിൽ കയറാൻ പറ്റും? അപ്പുറത്ത് എവിടെയെങ്കിലും ഒരു വഴി ഉണ്ടോ? ഇവിടെ ഇത് റിസ്ക് തന്നെയാ. അല്ല ഇങ്ങനെ വായോ, ഇങ്ങനെ വളഞ്ഞു വരാം. അപ്പുറത്തോടെ വഴിയുണ്ടോ? ഇങ്ങനെ വഴിയുണ്ട്. കാരണം ഇത് രണ്ടും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് കൈ ആവൂല. ഇതിലേ പോവാം. ടാങ്ക് കേട്ടോ. വെള്ളമുണ്ടോ? ഉണ്ടല്ലേ. ഇങ്ങനെ തുള്ളിയാണേലും പതുക്കല്ലേ. നല്ല തണുപ്പില്ല. നിറഞ്ഞു കഴിഞ്ഞിട്ട് അതിൽ അവിടെ കളക്ട് ചെയ്യുന്നുണ്ട്. ടാങ്കിലേക്ക് നിറഞ്ഞു കഴിഞ്ഞാലേ അവരടച്ചു വെക്കും. ഇതാണ്ട് അതിലൂടെ വേറെ ഇത് നീക്കിയിട്ട് ഇത് മലാനൊന്നും അല്ല അവർ പറഞ്ഞ പോലെ. ഇത് മാറ്റി കുടിക്കണമെങ്കിൽ മറ്റേ തന്നെ ആയിരിക്കും കേട്ടോ. കാട്ടുപോത്ത് തന്നെ ആയിരിക്കും. അങ്ങോട്ട് വിടുന്നുണ്ട്. ഇതൊക്കെ ഇത് മാറ്റിയിട്ട് ലീക്കായി തുടങ്ങി. ഇത് ആദ്യം ആസ്പെറ്റോസ് ഇല്ലായിരുന്നു, എന്തോ ഷീറ്റായിരുന്നു. സാധാരണ ഷീറ്റായിരുന്നു, വലയായിരുന്നു. അപ്പോൾ ഈ ഈ സാധനം വന്ന് കുടിച്ച് ഇവർ കണ്ടു. അത് ഈ സാധനം വന്ന് ഇങ്ങനെ കുടിക്കുന്നത്. അതിന് ശേഷമാണ് ഇത് ആസ്പെറ്റോസ് ഇട്ടത്. പോവാനായിട്ടുണ്ട് ടാങ്കൊക്കെ. ടാങ്കല്ലേ മാറ്റാനായിട്ടുണ്ട്. വെള്ളം എടുക്കുന്ന വഴി ഇതാണ്. അതെ നമ്മളൊക്കെ കൈ കാണിക്കുന്നു, അവിടെ ഇതാക്കുന്നത്. നമുക്കൊക്കെ ഇപ്പോൾ ടാപ്പ് തുറന്നാൽ വെള്ളം. പിന്നെ സ്വിച്ചിട്ട മോട്ടർ ആ സ്ഥലത്താണ് നോക്കി. അവരുടെ വീടൊന്ന് കാണിച്ചു. ഷീറ്റ് ഇട്ടിട്ട് വീടിൻ്റെ മൂളവശം ഒന്ന് കാണുന്നുണ്ടായിരുന്നേ. ഇപ്രാവശ്യം സംഭവിച്ചത് ആണ് കേട്ടോ. വീടിൻ്റെ മൂളവശത്തെ ഒരു സിറ്റുവേഷൻ. ഇവിടെ ഇത് കോൺക്രീറ്റ് ഉണ്ട് ഈ അടുക്കള ഭാഗം. പക്ഷെ അത് മൊത്തം മഴ നനയുന്നതുകൊണ്ട് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടേക്കുന്നതാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഭയങ്കര ചൂട്. ഞാൻ ആസ്പെറ്റോസ് മാറ്റുന്ന കാര്യം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ ആസ്പെറ്റോസ് നമ്മൾ ഇതിൻ്റെ ഉത്തരം മാറ്റാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലെ ഉത്തരമൊക്കെ ചെതൽ പിടിച്ചായിരുന്നു. അപ്പോൾ ഉത്തരം മാറ്റാനായിട്ട് നമ്മൾ ആസ്പെറ്റോസ് ഇളക്കി കഴിഞ്ഞാൽ മൊത്തം പൊട്ടിപ്പോകും. പഴയ ആസ്പെറ്റോസ് മൊത്തം പാല് പിടിച്ച് കിടക്കുന്നത് മൊത്തം പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ മാറ്റുമ്പോൾ നമ്മൾ മൊത്തം അലുമിനിയം ഷീറ്റ് ഇട്ട് കൊടുക്കുക മാത്രമേ, മറ്റേത് റൂഫിംഗ് ഷീറ്റില്ലേ അത് മാർഗമുള്ളൂ. അപ്പോൾ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ. ഈ ഷീറ്റൊക്കെ ഇങ്ങനെ സൈഡിലോട്ട് വലിച്ച് കെട്ടി വെച്ചേക്കാം. കല്ലൊക്കെ തൂക്കിയിട്ട് അല്ലേ. ഒരു ചേട്ടൻ എന്നെ വിളിച്ചിട്ടേ ഇത് മുകളിൽ ലീക്കാതിരിക്കാൻ ഷീറ്റ് ഇട്ടാരെന്ന് ചോദിച്ചു. അപ്പോൾ ഷീറ്റ് ഇടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തം അല്ല മറ്റേ ഇഷ്ടികയല്ലേ, വേറെ കോൺക്രീറ്റ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ
അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞു 550 ദിവസത്തിന് മറ്റേ പടുതാക്കോ മീൻകുളത്തിനൊക്കെ ഇടുന്ന സാധനമില്ലേ, ഈ മറ്റേ ലോറിയുടെ ഒക്കെ പുറത്തിടുന്ന സാധനം, അതാകുമ്പോൾ കുറേ കാലം നിന്നോളൂല്ലോ. PVC മെറ്റീരിയലാണ്, PVC ആണ്. പക്ഷെ അത് കാറ്റ് പിടിക്കും, ഇവിടെ ഭയങ്കര കാറ്റടിക്കും. ഒരു പ്രാവശ്യം കാറ്റ് പിടിച്ചാണ് അവിടെ വിള്ളൽ വീണ് കിടക്കുന്നുണ്ടോ, ഇത്രയും മേളവശം റൂഫ് മൊത്തം പോയിന്ന്, പറന്നു പോയിന്ന്. അത് മൊത്തത്തിൽ നമ്മൾ ഇട്ടിട്ട് മുകളിൽ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ ടാർപ്പയ്ക്ക് കാറ്റ് പിടിച്ചാൽ വിചാരിച്ച പോലെ നിൽക്കൂല, പൊന്തി പോവുള്ളൂ. ജനവാതിലൊക്കെ നോക്കി, ജനവാതിലും വാതിലൊക്കെ. അതെ, അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചത്. അത് ജനലും വാതിലൊക്കെ അധികം താമസിക്കാതെ നമ്മൾ പിടിപ്പിക്കും കേട്ടോ. പക്ഷെ നമുക്ക് അപ്പോഴും ബാക്കി ഒരു പ്രശ്നം നിൽക്കുന്ന ഈ ഷീറ്റിൻ്റെ മുകളിലത്തെ റൂഫിംഗ് ആണ്. അതുകൂടെ ആക്കി കഴിഞ്ഞാൽ ഇവർക്ക് സമാധാനമായിട്ട് കുറച്ച് കാലം എന്തായാലും സുഖമായിട്ട് ഇവിടെ കിടക്കാം. അത് നമ്മളാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഓരോന്നോരോന്ന് ചെയ്തു വരും കേട്ടോ. നോക്കി നോക്കി ഈ ടാങ്ക് നോക്കി, ഇതൊന്നും ആരെങ്കിലും ഒന്ന് നല്ലതെന്ന് വെച്ച് കൊടുത്താൽ ഇതൊക്കെ ലീക്കായി പിന്നെ അല്ലെങ്കിൽ ടാങ്ക് കിട്ടിയവർക്കൊരു ഉപകാരമായിരിക്കും. വെള്ളത്തിന് വേണ്ട എന്തെങ്കിലും പൈപ്പൊക്കെ നല്ലപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ അവിടെ കണ്ടില്ല, അവിടെയൊക്കെ പൊട്ടി പോയിട്ട് നല്ല വേനൽക്ക് ഇപ്പത്രേ വരുന്നത്. അപ്പോൾ നല്ല വേനലായ വെള്ളത്തിൻ്റെ സ്ഥിതി എന്താവും? ആരെങ്കിലും നല്ല മനസ്സുള്ള ആളുകൾ വരട്ടെ. അതെ, നോക്കാം. അതെ, ഓരോരുത്തർ വരും, നോക്കാം. പൈപ്പ് കൊണ്ടൊക്കെ നമ്മളവിടെയൊക്കെ തുറന്നേ എങ്ങനെയാണ് വെള്ളം? അത് ആരിങ്ങനെ ഒളിപ്പിച്ചു കൊടുത്തേ? ബെൻഡില്ല. ബെൻഡില്ലാത്തതുകൊണ്ട്. അതെ, വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ദ്രവിച്ചിട്ട് പോകാറായിട്ട് വലിയ കാറ്റടിച്ച് കഴിഞ്ഞപ്പോൾ കുത്തി അടച്ചളകി പോകാൻ നടക്കുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഷീറ്റ് മുകളിൽ കവർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ചിറക്കി ഭയങ്കര ദോഷം എടുക്കുന്നതുകൊണ്ടാണ് ആ പരിപാടി നമ്മൾ വേണമെന്ന് വെച്ചാൽ നമ്മളതിന് ക്യാമറ അതുപോലെ തന്നെ ഡിവൈസ് അലാം സിസ്റ്റവും നമ്മളിവിടെ ഫിറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. അവസാനം നമ്മൾ വീടിൻ്റെ മത്തഞ്ചാടിൻ്റെ വീടിൻ്റെ തൊട്ട് പുറകിലത്തെ സൈഡിലായിട്ട് വെക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാഹചര്യം നോക്കിയിട്ട്, സിറ്റുവേഷൻ നോക്കിയിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്ന് മാറ്റി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം എന്നുള്ള രീതിയിലാട്ടോ. കവുങ്ങായിരിക്കും കുറച്ചുകൂടെ ഇല്ലേ? പക്ഷെ ഒരു പിടുത്തം കിട്ടൂലല്ലോടാ. അല്ല, കവുങ്ങ ആകുമ്പോൾ ഇച്ചിരി ചെത്തിയിട്ട് വെക്കണം അല്ലേ? അവസാനം നമ്മൾ വീടിൻ്റെ വീട് ഇതാണ്. വീടിൻ്റെ തൊട്ട് പുറവശത്ത് തന്നെയുള്ള ഈ ഒരു കശുമാവേൽ വെക്കാനായിട്ടുള്ള പരിപാടി കേട്ടോ. ഇതിനും കൂടുതൽ മൃഗങ്ങൾ വരുന്ന സ്ഥലം മുകളിലുണ്ട്. പക്ഷേ നമ്മൾ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് പ്രൈമറി. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇവിടെ വെക്കാം, എന്നിട്ട് ക്യാമറയും വെക്കുന്നുണ്ട്. എന്താണ് സ്ഥിതി എന്നുള്ളത് നമ്മൾ കുറച്ച് ദിവസം നോക്കാം കേട്ടോ. നമ്മളങ്ങനെ ഡിവൈസ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. കാണിച്ചേ സോളാറിൻ്റെ പുറവശം കാണിച്ചേ. സോളാർ പാനലാണ് കേട്ടോ. ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചാർജ് ആയിക്കോളും. അവിടെ കിട്ടൂടാ. നമ്മളിപ്പോൾ ഇവിടെയാണ് ഡിവൈസ് വെച്ചിട്ടുള്ളത്. ചേട്ടൻ്റെ വീട് അവിടെയാണ്. ഏതാണ്ട് വീട്ടിലേക്കുള്ള വഴി, മെയിനായിട്ടുള്ള മൃഗങ്ങൾ വരുന്ന വഴി ഇത് തന്നെയാണെന്നാണ് ചേട്ടനും ചേച്ചിയും പറഞ്ഞത്. ഇതുവഴിയാണ് ഈ വഴി വന്നിട്ടൊക്കെയാണ് ഇവിടെ ഒരു തെങ്ങ് മറിച്ചിട്ടുണ്ട്. അതെ, അപ്പോൾ ആ ആന ഈ വഴി തന്നെ ആയിരിക്കും ഇറങ്ങാനുള്ളൊരു സാധ്യത. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങിപ്പോരും. പിന്നെ ആ ഭാഗത്തുനിന്നും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതെ, അപ്പോൾ 4 സൈഡിൽ സെൻസറുള്ളതുകൊണ്ട് ഈ വഴി കിട്ടുന്നതും പ്രൊട്ടക്ഷൻ ആവും. ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ നിന്നും പ്രൊട്ടക്ഷൻ ആയിരിക്കും, അവിടെ നിന്ന് കിട്ടുന്നതും പ്രൊട്ടക്ഷൻ ആയിരിക്കും. ഒരുവിധം ഈ ഏരിയയിൽ നിന്നുള്ള ഒരുവിധം നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ബാക്കി ഏരിയകളിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും ഒറ്റ ഡിവൈസേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസം ഇവിടെ നോക്കാം. അതെ, ക്യാമറ വെക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും രാത്രിത്തെ സ്ഥിതി നമുക്ക് അറിയാലോ. അപ്പോൾ ഏതായാലും നമ്മളിത് വെച്ചോട്ടെ. ഇനിയിപ്പോൾ ക്യാമറ നമ്മൾ ആ ഒരു കവുങ്ങയിൽ വെക്കാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ ഡിവൈസും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങോട്ട് എന്ത് വന്യജീവികൾ വന്നാലും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഈ ഭാഗത്ത്. ഏതായാലും നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ.
അപ്പോൾ നമ്മൾ ഏകദേശം 11 മണിയായപ്പോൾ തുടങ്ങിയ പരിപാടിയാണ്. നമ്മളിന്ന് ഈ ഒരു പ്രദേശത്ത് കുറേ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു. കറക്റ്റായിട്ട് നമ്മൾ ഇന്നിപ്പോൾ ഇവരുടെ വീടിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്, ഡിവൈസ് വെച്ചിരിക്കുന്നത്. ഈ ഒരു മരത്തിൻ്റെ മുകളിലാണ്. അതേപോലെ തന്നെ തൊട്ടപ്പുറം ക്യാമറയും വെച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാത്രി മുതൽ നമുക്കറിയാം ഇവിടുത്തെ രാത്രിയിലത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. രാത്രി ഓരോ ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു. മാത്രമല്ല നമുക്ക് ഈ പോകുന്ന വഴിക്കൊക്കെ പല ജീവികളുടെ കാഷ്ടവും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുതൽ രാത്രി നമ്മൾ ഇനി ഇപ്പോൾ കുറച്ച് ചെറിയ നിരീക്ഷണം കാര്യങ്ങളൊക്കെ നടത്തുവാൻ പോവുകയാണ്. എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്നുള്ളത് കേട്ടോ. ആനയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഡിവൈസ് അടിച്ചാൽ ആന തിരിച്ചു പോകുന്നതായിരിക്കും. നമ്മളിതൊക്കെ പല സ്ഥലങ്ങളിലും ജിഷോ കൊണ്ട് സക്സസ് ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഏതായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഏതായാലും ഈ ഇങ്ങനൊരു സംവിധാനം നമുക്കിവിടെ സ്പോൺസർ ചെയ്ത് തന്ന ജിഷോയ്ക്ക് വളരെയധികം നന്ദി പറയുകയാണ്. ജിഷോയുടെ പ്രസ്ഥാനത്തിൻ്റെ പേര് ടാലിയോൺ എന്നാണ്. ആ ഒരു കമ്പനിക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം സ്പോൺസർ ചെയ്യാൻ കാണിച്ച ആ മനസ്സിനും ജിഷോയോട് നന്ദി പറയുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കൂടെ നമ്മളെ സഹായിക്കാനായിട്ട് ഒരു ചേട്ടൻ വന്നിരുന്നു. ചേട്ടൻ്റെ പേര് ജോബി ചേട്ടൻ വന്നിരുന്നു. ജോബി ചേട്ടനും ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മൾ ഏതായാലും ഇത് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമ്മളിതിൻ്റെ ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.